everyone. ഇന്ന് നമ്മളെ കൂടെ നെക്സ്റ്റ് റിസൾട്ട്സ് കിട്ടിയ കുട്ടികളാണുള്ളത്. This is Tirtha and we have Kavya and Tamanna with us. അപ്പൊ നിങ്ങൾ നിഫ്റ്റ് NID ഒക്കെ എഴുതിയതാണ്. ഓക്കെ, ആഫ്റ്റർ 12th ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതുക അല്ലെങ്കിൽ ഇതിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത് ഈ ഒരു കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു BDS കോഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ? ആദ്യം യൂസ് ചെയ്യുന്ന പറ്റി മാത്രമേ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. ഈ IITയുടെ എല്ലാവർക്കും ഒരു ക്രേസും ഉണ്ട്. പിന്നെയാണ് ഈ NIDയും നിഫ്റ്റിനൊക്കെ പറ്റി അറിഞ്ഞതും അതിന് ഫോക്കസ് ചെയ്യാൻ നോക്കിയതും. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഗായന്റെ പ്രൊമോഷൻ വഴി ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ആഡ് വന്നു. ഞാൻ +1 ഒരു ഓൺലൈൻ ട്യൂഷൻ ചേർന്നിട്ടുണ്ടായിരുന്നു. സാറാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് BDS കോഴ്സിനെ പറ്റിയിട്ട്. അപ്പൊ സെർച്ച് ചെയ്തപ്പോൾ ഗായാണ് ഫസ്റ്റ് സജഷനിൽ വന്നത്. റിസൾട്ട്സ് ഒക്കെ വന്നു. ഇനി എന്താ നിങ്ങളെ പ്ലാന്? ലൈക്ക് ഏതൊക്കെ ക്യാമ്പസാ നോക്കുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്ന ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിക്കാണ്. മോസ്റ്റ് പ്രോബ്ലി ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ മുംബൈ ആണ് പ്രിഫറൻസ് ആയിരിക്കുന്നത്. ഞാൻ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കുന്നത്. മുംബൈ ക്യാമ്പസ് ആയിരിക്കും താല്പര്യം. ഞാൻ ടെക്സ്റ്റൈലോ അപ്പാരലോ നോക്കണം വിചാരിക്കുന്നുണ്ട്. മുംബൈ ബാംഗ്ലൂരാണ്. അപ്പാരൽ ശരിക്കും BF ടെക്കിലാണ് വരുന്നത്. നീ BF ടെക് എഴുതിയിട്ടുണ്ടോ? ഞാൻ ആക്സസറി ആണ്. ആക്സസറി ടെക്സ്റ്റൈല്. ഓക്കെ ഫൈൻ. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടില്ല, ലിസ്കോ കാർഡിൽ വെച്ചിട്ട് കോമൺ മെറിറ്റ് റാങ്ക് ഉണ്ട്, പിന്നെ കാറ്റഗറി ഉണ്ട്. ഇതിൽ പേര് നമ്മൾ നോക്കണ്ടേ സീറ്റ് അലോട്ട്മെന്റ്. വാട്ട് വി ഹാവ് ടു ഡു ഈസ് നമ്മൾ 2023 കട്ട് ഓഫ് ഓപ്പണിങ്ങും ക്ലോസിംഗ് CMR ഉണ്ടാവും. ഈ CMR എന്ന് പറയുന്നത് കോമൺ മെറിറ്റ് റാങ്കാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോമൺ റാങ്ക് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ആ പ്രീവിയസ് ഇയർ ഏതൊക്കെ ക്യാമ്പസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ടുള്ളത് നോക്കാനുള്ളത്. അപ്പൊ ഓരോ ഇപ്പം ജനറൽ ഓപ്പണിൽ ആരൊക്കെ കയറിയിട്ടുണ്ടെന്ന് കാണാം. ഇപ്പൊ OBC ഉണ്ടാവും, SC ST അങ്ങനെയൊക്കെ ഉണ്ടാവും, EWSലൊക്കെ. അപ്പൊ നിങ്ങളെ കോമൺ റാങ്ക് വെച്ചിട്ട് ഏതാണോ കാറ്റഗറി ഓപ്പൺ ആണെങ്കിൽ ഓപ്പണിൽ നോക്കാം. അങ്ങനെ NID ആയിരുന്നോ അതോ നിഫ്റ്റിന്റെ സിറ്റുവേഷൻ ടെസ്റ്റ് ആയിരുന്നോ ഡിഫിക്കൽട്ടായി വന്നിരുന്നത്? NID ആയിരുന്നു. ടൈം മാനേജ്മെന്റിന് അത് കുറച്ച് ഇതാണെങ്കിൽ നമുക്ക് 3 മണിക്കൂറിൽ അല്ല 2 മണിക്കൂറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. മറ്റത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും സമയം കൊണ്ട് ചെയ്ത് തീർക്കണം. പിന്നെ പേപ്പർ അധികം നിഫ്റ്റിലാവും, മറ്റേന് കുറവായിരുന്നു. മറ്റേത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്. ഓക്കെ. പിന്നെ NIDന്റെ റിസൾട്ട്സ് May 21st. അപ്പം ആർ യു എക്സൈറ്റഡ് ടു നോ? എക്സൈറ്റഡ് ആണ്. ആഗ്രഹം. ഇപ്പൊ നെക്സ്റ്റിന് അപ്ലൈ ചെയ്തിടുക. അതിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും വരുമ്പോ പിന്നെ എന്താ NIDന്റെ വരുമ്പോ അതിനനുസരിച്ച് നോക്കാം. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് നിങ്ങളെ കോളേജിക്കും ആൻഡ് ഫ്യൂച്ചർ ഡിസൈൻ കരിയർക്ക്. ആൻഡ് ഇഫ് യു ഹാവ് എനി മെസ്സേജ് ഫോർ ഡിസൈൻ ആസ്പിറൻസ്, അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഡിസൈനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വർക്ക് ഫോർ ഇറ്റ്. അതിനുള്ള മാക്സിമം ഇപ്പൊ വീട്ടുകാരെ സംബന്ധിച്ച് ചെയ്യാതിരിക്കുന്നു ചെയ്യരുത്. മാക്സിമം അതിന്റെ പ്രോസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ നോക്കാം. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേറൊരു കോച്ചിങ് സെന്ററിൽ വരികയാണെങ്കിൽ നമുക്ക് അതിനെ കൂടുതലും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഡിസൈൻ നല്ലപോലെ എക്സാമിന് നല്ലപോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.